ഗുരുവായൂരിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ദർശനം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണല്ലേ? എന്താ സംശയം? അപ്പം നീതുവിൻ്റെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പേ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് വീഡിയോ. നമ്മളെ വ്യൂ കാണുമ്പോൾ അറിയാലോ. പക്ഷേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കുറവാണ്. അതുകൊണ്ട് റീച്ച് കുറവാണെന്ന് പറയാലോ. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ നീതുവിൻ്റെ അനുഭവം പറയുകയാണ്. ഈ ശിവരാത്രി നാളിൽ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറയുന്നതും വളരെ സുഖമുള്ളൊരു കാര്യമാണ്. ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അതങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പറയട്ടെ, എല്ലാവരും കേൾക്കുക. എൻ്റെ പേര് നീതു എന്നാണ്. എൻ്റെ സ്ഥലം വർക്കലയാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു അനുഭവം അയച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ മറ്റൊരു അനുഭവം ഞാനിവിടെ പറയുകയാണ്. 2024 ജൂലൈ 16 ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുരുവായൂർ പോയി. ഞാൻ പണ്ട് കുഞ്ഞിലേ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് വലിയ ഓർമ്മയൊന്നുമില്ലായിരുന്നു. അവിടെയൊക്കെ ചെറിയ ഒരു മിന്നായം പോലെ ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിട്ടോ. അതുകൊണ്ട് തന്നെ വലുതായതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഗുരുവായൂരിൽ പോകാനായിട്ട്. ബസ്സിൽ കയറി. അന്ന് ട്രെയിൻ നോക്കിയിട്ട് സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബസ്സിലായിരുന്നു പോയത്. രാവിലെ 6:30 വരാനുള്ള ബസ് വന്നത് 8 മണി കഴിഞ്ഞപ്പോഴായിരുന്നു. ഞങ്ങൾ അവിടെ ദർശനത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 6 മണിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബസ് ഒരുപാട് ലേറ്റായി. നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയത് തന്നെ 6:30 PM-നായിരുന്നു. അവിടെ അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. അവിടുന്ന് നമ്മൾക്കും ബസ് കിട്ടി. ഗുരുവായൂർ എത്തിയപ്പോൾ തന്നെ 7:30 മണി കഴിഞ്ഞിരുന്നു. പിന്നെ റൂമിൽ ബാഗെല്ലാം കൊണ്ടുവച്ച് അപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കാനായി അമ്പലത്തിനകത്തുള്ള ഒരു കടയിൽ കയറി ആഹാരം കഴിച്ചിറങ്ങി. അപ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു എന്നാണ് ഓർമ്മ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വലുതായതിന് ശേഷം ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. അത് ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നാണ് പോയത്. അപ്പോൾ എനിക്ക് അന്ന് ദർശനം കിട്ടാതെ വന്നതിൽ ഒരുപാട് വിഷമം തോന്നിയിരുന്നു കേട്ടോ മനസ്സിൽ. പക്ഷേ ആഹാരം കഴിച്ചിറങ്ങിയപ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നി, അടുത്ത് പോയി നിന്ന് അമ്പലം ഒന്ന് കാണണമെന്ന്. അങ്ങനെ അതിനുവേണ്ടി മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയും അച്ഛനും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അവർ പയ്യെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വേഗം നടന്നു വരുമോ, എന്താ എൻ്റെ മനസ്സിൽ അങ്ങനെ പറയാൻ തോന്നിട്ടോ. അവിടെ ആ കൊടിമരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയത്, നട തുറന്നിരിക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിലൊന്നും ആരുമില്ല. നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഗുരുവായൂരപ്പനെ കാണാം. അപ്പോൾ ഞാനും ചേച്ചിയും പരസ്പരം നോക്കി പറയുന്നുണ്ട്, നമ്മൾ കാണുന്നതാണോ ഗുരുവായൂരപ്പൻ, അതോ അകത്ത് വേറെ ഉണ്ടോന്ന്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന്. ആകെ അത്ഭുതമാണ്, എന്താ പറയേണ്ടത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് നമുക്ക് വേണ്ടി തുറന്നു വെച്ചതുപോലെ. സത്യത്തിൽ അങ്ങനെ നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു നിന്നു കേട്ടോ. അതിനുശേഷമാണ് പോറ്റി വന്ന് നമ്മുടെ മുന്നിൽ വെച്ചാണ് നട അടച്ചത്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അന്നത്തെ അലങ്കാരം നമ്മൾ കണ്ടത് കുഞ്ഞു വെണ്ണക്കണ്ണനെയായിരുന്നു. ഒരു കയ്യിൽ ഓടക്കൊഴിലും മറ്റേ കയ്യിൽ വെണ്ണയായിട്ട് നിൽക്കുന്ന കണ്ണനെ. അതേ കണ്ണനാണ് ഇവിടെ നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അതേ അലങ്കാരം തന്നെ കിട്ടിയിട്ടോ. അന്ന് നമുക്ക് കണ്ണൻ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നമ്മൾ കൺകുളിർക്കെ കാട്ടിത്തന്നു. വീടെത്തി ഈ കാര്യം വേറെ ഉള്ളവരോട് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അങ്ങനെ ആരുമില്ലാതെ കാണാൻ പറ്റില്ല എന്ന്. ഇനി ആള് കുറവായത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ നന്നായി കണ്ടിട്ടോ. അതെന്നും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഗുരുവായൂർ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്, ഒരു സംശയമില്ല. ഇത്രയും നേരം അങ്ങനെ കണ്ണൻ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് തിരക്കില്ലാത്ത ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മുന്നിൽ ഭഗവാൻ അങ്ങനെ തെളിഞ്ഞ സ്വരൂപനായിട്ട് കാണാനായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കും. എന്താ കഥ, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷം തന്നെയല്ലേ. കൊറോണ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ളതാവും. ഇപ്പം ഗുരുവായൂർ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. അത്രയും തിരക്കാണ്. എത്ര ജനങ്ങളാണ് വരുന്നത്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇനിയും കൂടേണ്ടതുണ്ട്. അതിനെപ്പറ്റി മനോരമയിലൊക്കെ ആർട്ടിക്കിളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഒക്കെ ഭഗവാൻ നോക്കി നടത്തും എന്നുള്ളത് വിശ്വാസത്തിൽ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക മറക്കരുതേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആയിരക്കണക്കിന് ഷെയറായി മാറട്ടെ. പിന്നെ ജോയിൻ ബട്ടണിലൂടെ വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം. പിന്നെ ഫേസ്ബുക്കിൽ കമൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.